പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ടെമ്പിൾ സ്റ്റോറീസിലേക്ക് സുസ്വാഗതം. നവരാത്രി കാലത്ത് ഏവരും കേൾക്കുന്ന ഒരു പേരാണ് ബൊമ്മ കൊലുസു. മലയാളികൾക്ക്, പ്രത്യേകിച്ച് വടക്കോട്ടുള്ളവർക്ക് ഇതത്ര പരിചിതമായ ആചാരമല്ല. പ്രേക്ഷകർക്ക് ബൊമ്മക്കൊലുസുവിനെ പറ്റി കൂടുതൽ അറിയുവാൻ ആഗ്രഹമില്ലേ? എന്താണ് ബൊമ്മക്കൊലുസു? എന്തിനാണ് ബൊമ്മക്കൊലുസു? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലെ ചിലയിടങ്ങളിലും കൂടുതലായി കണ്ടുവരുന്ന ഒരാചാരമാണ് ബൊമ്മക്കൊലുസു. മഹിഷാസുരനെതിരെ ദുർഗാദേവി നടത്തിയ 9 ദിവസത്തെ യുദ്ധസമയത്ത് ദേവീദേവന്മാരും മഹർഷിമാരും ദുർഗാദേവിക്ക് ആത്മബലം പകരാനായി പ്രതിമകളുടെ രൂപത്തിൽ ദേവിയുടെ മുന്നിൽ നിരന്നു നിന്നുവെന്നാണ് വിശ്വാസം. ആ ദൃശ്യം അനുസ്മരിപ്പിക്കുന്നതാണ് വീടുകളിൽ ആചരിക്കുന്ന ബൊമ്മക്കൊലുസു. ബൊമ്മ എന്നാൽ ബൊമ്മ, അതായത് പ്രതിമ. കൊലുസ് എന്നാൽ നിരത്തൽ അഥവാ ക്രമീകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. കൊലുസു എന്നത് പല നിലകളിലായി വിഗ്രഹങ്ങളെയും പാവകളെയും തട്ടുതട്ടുകളിൽ നിരത്തൽ എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. ദേവതാ വിഗ്രഹങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യരൂപങ്ങൾ, ഗ്രാമജീവിതത്തിൻ്റെ ദൃശ്യങ്ങൾ, നവധാന്യങ്ങൾ, മുളപ്പിച്ച നവധാന്യങ്ങൾ എന്നിവ അലങ്കരിച്ചാണ് അവ തട്ടുകളിൽ വെച്ചാണ് ബൊമ്മക്കൊലുസു അണിയിച്ചൊരുക്കുന്നത്. എത്ര മനോഹരമായ ആചാരങ്ങളാണല്ലേ ഇവയൊക്കെ! വിജയദശമി മതപരമായ ഒരു ചടങ്ങും മാത്രമല്ല, ഈ ആചരണം സമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് ജീവിതോപകരണങ്ങളെ പൂജിക്കാനും ആദരിക്കാനുമുള്ള അവസരം, നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള അവസരം ഇവയൊക്കെ ലഭിക്കുന്നു. ഇത് പ്രകൃതിയോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാനുള്ള സമയവുമാണ്. ബൊമ്മക്കൊലുസു പോലെ, എന്നാൽ അതേക്കാൾ ഉപരി പ്രാധാന്യമുള്ള വിജയദശമി ദിനത്തിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് ആയുധപൂജ. പുരാതന കാലത്ത് യുദ്ധോപകരണങ്ങളായ വാൾ, കുന്തം, അമ്പ്, വില്ല് മുതലായവ പൂജിച്ചിരുന്നെങ്കിലും ഇന്ന് ജീവിതോപകരണങ്ങളാണ് പ്രധാനമായും പൂജിക്കുന്നത്. കർഷകർ ഉഴവ് ഉപകരണങ്ങൾ, കോടാലി, മഴു, കൈക്കോട്ട്, കുങ്കോട്ട് എന്നിവ പൂജിക്കുന്നു. വിദ്യാർത്ഥികൾ പുസ്തകങ്ങൾ, പേന, പെൻസിൽ മുതലായവയും, തൊഴിലാളികൾ അവരുടെ ജോലി ഉപകരണങ്ങളും, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകളും വരെ പൂജയ്ക്കായി വയ്ക്കുന്നു. വർക്ക്ഷോപ്പുകാർ അവരുടെ ലെയ്ത്ത്, ഡ്രില്ലർ, സ്ക്രൂ ഡ്രൈവർ എന്നിവയും പൂജിച്ചു വരുന്നു. പോലീസുകാർ അവരുടെ തോക്കുകൾ പോലും നവരാത്രി ദിനങ്ങളിൽ ആയുധപൂജയ്ക്ക് പൂജിക്കാറുണ്ട്. ഈ ദിനത്തിൽ, ഈ പൂജയിലൂടെ നാം ജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന ഉപകരണങ്ങളോടുള്ള നന്ദിയും ആദരവും പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയുധപൂജ നമ്മെ വിനയാന്വിതരാക്കുന്നു. ബൊമ്മക്കൊലുസു നമ്മിൽ സമൂഹബോധം വളർത്തുന്നു. നവധാന്യങ്ങൾ പ്രകൃതിയോടുള്ള ബന്ധം ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാം ഒത്തുകൂടി മനുഷ്യജീവിതത്തെ കൂടുതൽ സമ്പന്നമാകുന്നു. നോക്കൂ, എത്ര മനോഹരമായ ആചാരങ്ങളാണ് നമ്മുടെ ഈ ഭാരതഭൂമികയിലെ ആർഷഭാരത സംസ്കാരത്തിൻ്റേത്. ഇവയൊക്കെ പോലെ തന്നെ ഇന്ത്യയിൽ അങ്ങിങ്ങോളം നിരവധി വിവിധങ്ങളായ ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്നത്. വളരെ വർണ്ണാഭമായ ഇത്തരം ആചാരങ്ങളാണ് നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ രാഷ്ട്രമുദ്രാവാക്യത്തെ ഏറ്റവും അനശ്വരമാക്കി ഭാരതത്തെ ഒരഖണ്ഡ രാഷ്ട്രമായി നിലനിർത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ നേരുകയാണ്. ഏവർക്കും ടെമ്പിൾ സ്റ്റോറീസിൻ്റെ നന്ദി.